ോടൊപ്പം CITU നേതാവ് ശ്രീ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല? ഇത്രയധികം പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചു, അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയിച്ചു, നീണ്ടുപോകുന്നതിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അറിയിച്ചിരിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ പോലും സർക്കാർ എന്തുകൊണ്ട് ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല? അല്ല, സർക്കാരിന് ആവശ്യത്തിന് സമയം നമ്മൾ കൊടുത്തതാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ സർക്കുലർ ഏകപക്ഷീയമായി മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊണ്ടിറക്കിയ ഈ സർക്കുലർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, സെക്രട്ടേറിയറ്റ് മാർച്ചും പല സമരമാർഗങ്ങളും നടന്നു. തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് സമരങ്ങളിൽ നിന്ന് CITU കുറച്ചു ദിവസം വിട്ടുനിന്നത്. ഇപ്പൊ വീണ്ടും ഈ 2-ാം തീയതി നാളെ മുതൽ ഈ സർക്കുലർ നടപ്പിലാക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ സർക്കുലർ നടപ്പിലാക്കുമ്പോൾ ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ കേരളത്തിലെ 86 ടെസ്റ്റ് ഗ്രൗണ്ട് ഉള്ളതിൽ 79 എണ്ണവും ഡ്രൈവിംഗ് സ്കൂളുകാർ പരസ്പരം ഷെയറിട്ട് കാശ് പിരിച്ച് വാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന ടെസ്റ്റ് ഗ്രൗണ്ടുകളാണ്. 8 എണ്ണം മാത്രമാണ് സർക്കാരിന്റെ വകയായിട്ടുള്ളത്. അപ്പൊ ഈ 79 ടെസ്റ്റ് ഗ്രൗണ്ടുകളും നവീകരിക്കണം. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉള്ള രീതിയിൽ ടെസ്റ്റ് നടത്താൻ നമ്മൾ നവീകരിച്ചു കൊടുക്കണമെന്നാണ് ആദ്യ ഉദ്യോഗസ്ഥരെ വിട്ട് പറയിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇടപെടില്ല, CITU സംഘടന. ഈ RTO ഓഫീസിലെ സേവനത്തോട് സഹകരിക്കാത്തത് CITU സഹകരിക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയല്ലേ ഉള്ളൂ? നിലവിലെ ടെസ്റ്റുകൾ നിശ്ചലമാകില്ലേ? അല്ല, എന്താണ് പ്രതിസന്ധി? ഈ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു മന്ത്രി എന്ന ഒരു ബോധം പോലും മന്ത്രിക്കില്ല. ഈ ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ നടപടികളിൽ നിന്ന് മന്ത്രി പിൻവാങ്ങണ്ടേ? നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇടതുപക്ഷ സർക്കാർ എപ്പോഴും സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. പക്ഷേ 7000-ഓളം ഡ്രൈവിംഗ് സ്കൂളുകാർ സ്വന്തം തൊഴിലായി നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ നിർത്തൽ ചെയ്യുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ഈ ഗതാഗത മന്ത്രിയുടെ ഈ നടപടികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ കാണേണ്ടത്. സ്വയം തൊഴിലായി സംരംഭങ്ങൾ നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ സർക്കാരിലെ ഒരു മന്ത്രി അതെല്ലാം എതിർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്.